ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. എങ്ങനെയുണ്ട് അർജുൻ ഈ സ്ഥലമൊക്കെ? നമ്മുടെ വരവ് വെറുതെ ആയോ അതോ? കണ്ണുകൾ ചുരുക്കി സംശയത്തോടെ അത്രമാത്രം അവൾ ചോദിക്കുമ്പോൾ അർജുൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമായിരുന്നു. ഇറ്റ്സ് വെരി നൈസ് പ്ലേസ് മാളവിക. പക്ഷേ ഈ സ്ഥലത്തേക്കാൾ എനിക്ക് ഇഷ്ടമായത് ഈ ചേർന്നുള്ള നടപ്പാണ്. ഇൻട്രസ്റ്റിംഗ്. ഒറ്റക്കണ്ണിറുക്കിക്കൊണ്ടുള്ള ആ മറുപടിക്ക് മാളു തൻ്റെ ചിരി അവനെ കാണിക്കാതിരിക്കാനായി മെല്ലെ മുഖം തിരിച്ചു. നമുക്ക് അവിടേക്ക് പോകാം അർജുൻ. ഈ തോട് ചെന്ന് അവസാനിക്കുന്നതേ ആ അരുവിയിലേക്കാണ്. നിറയെ പാറക്കെട്ടുകൾ ഉള്ളത് കൊണ്ട് നനയാതിരിക്കാനും സാധിക്കും. അത് മാത്രമല്ല, ഈ സമയങ്ങളിൽ ആരും അധികം അങ്ങോട്ട് വരാറുമില്ല. എന്താണ് എൻ്റെ ഭാര്യയുടെ ഉദ്ദേശം? അർജുൻ ഒറ്റപ്പുരിക്കമുയർത്തി ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ മാളവനെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു. ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിച്ചെനിക്ക് നാണം വരും അർജുൻ. കണ്ണിലും മുഖത്തുനിന്ന് അവസരങ്ങൾ വാതി വെതിരുമ്പോൾ മാളു അറിഞ്ഞിരുന്നില്ല തന്നെക്കാൾ വലിയ മൂർഖനാണ് കൂടെയുള്ളതെന്ന്. മാളവനെയും കൊണ്ട് ആ അരുവിക്കടുത്തേക്ക് നടന്നു. ദേ ഇവിടെ ഇരിക്കുക അർജുൻ. അല്പം വലിയൊരു പാറക്ക് മുന്നിലായി വന്നതെന്ന് മാളു പറയുമ്പോൾ അർജുൻ മെല്ലെ അതിലേക്ക് ഇരുന്നു കൊണ്ട് മാളുവിൻ്റെ കയ്യിൽ പിടിച്ച് ഒറ്റ വലി. പ്രതീക്ഷിക്കാത്ത ആ നീക്കത്തിൽ മാളു മുന്നോട്ടായുമ്പോൾ അർജുൻ അവളെ കൃത്യമായി തന്നെ മടിയിൽ തന്നെ പിടിച്ചിരുത്തി. അർജുൻ എന്ത് ചെയ്ത്? ആരെങ്കിലും കാണും, വീടെന്നെ. അവളവൻ്റെ കയ്യിൽ നിന്ന് കുതറി. ഐ വിൽ നോട്ട് ലീവ് യു ബേബി. ഇവിടെ നിന്ന് പോകുന്നത് വരെ അർജുൻ്റെ ഇഷ്ടം മാത്രം, അത് മതി. അവളുടെ ഇടുപ്പിൽ കൈയൊന്ന് അമർത്തിക്കൊണ്ട് ഗൗരവം ചാലിച്ച എന്നാൽ വല്ലാത്തൊരു ഭാവത്തിൽ അവൻ പറയുമ്പോൾ മാളുവിൻ്റെ കണ്ണുകൾ ആ മുഖത്ത് തന്നെ വന്നു ഉറഞ്ഞു നിന്നു. മധുരമൂർന്ന ചുണ്ടുകളാൽ പരസ്പരം പുണരുമ്പോൾ കൈകൾ കൂടെ തമ്മിലൊന്ന് മുറുകി. അവളുടെ അതരങ്ങളിലും മത് നുകരുമ്പോൾ മറ്റേതോ ലോകത്തെത്തിപ്പെട്ട പോലെ തോന്നി അർജുന്. അവളുടെ കൈകൾ അവൻ്റെ പിൻതലമുടിയിൽ അമർന്നു ഞെരിയുമ്പോൾ അവനിൽ അതൊരു ആവേശമായി ഇരട്ടിച്ചു. തൻ്റെ മാറിൽ തൻ്റെ പ്രാണന്റെ കൈ അമരുമ്പോൾ മാളു പൊള്ളിപ്പിടഞ്ഞു. എന്നാൽ അർജുൻ അവളെ കൂടുതൽ തന്നിലേക്ക് അമർത്തി പിടിച്ചു. ശ്വാസമെടുക്കാൻ അവളൊന്ന് പാടുപെട്ടപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അർജുൻ മെല്ലെ അവളിൽ നിന്ന് അകന്നു മാറി. കിതപ്പോടെ ശ്വാസം വലിച്ചു വിടുമ്പോഴും മാളുവിൽ എന്തെന്നില്ലാത്ത പരവേശമായിരുന്നു. അവനെ നോക്കാൻ കഴിയാതെ അവൾ മുഖം താഴ്ത്തി നിൽക്കുമ്പോൾ അർജുൻ ആ മുഖം മെല്ലെ ഒന്ന് ഉയർത്തി. നിമിഷങ്ങൾ കൊണ്ട് തമ്മിലടഞ്ഞ ആ ഇരുമിഴികൾ. എന്തിനാ മാളവിക തനിക്ക് ഈ പിടപ്പ്? ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിലേ പൂർണ്ണമായി എൻ്റേതാകുമ്പോൾ താൻ വിറച്ച് ചാകുമല്ലോ. കുസൃതി ഒളിപ്പിച്ചുകൊണ്ട് ചിരിയോടവൻ ചോദിക്കുമ്പോൾ മാളു തെല്ലൊന്ന് കൂർപ്പിച്ച് നോക്കി. ഓ ഇങ്ങനെ നോക്കലെൻ്റെ പെണ്ണെ, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അർജുൻ്റെ ഭാവം ഒന്ന് മാറുമ്പോൾ വീണ്ടും മാളുവിൽ വെപ്രാളം നിറഞ്ഞു. മാളുമെല്ലാം അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മാളവിക മെല്ലെ ഒന്ന് മൂളിയപ്പോൾ, ഇനി എത്ര നാൾ കാത്തിരിക്കണം ഞാൻ? തനിക്ക് വേണ്ടി ഈ ജന്മം മുഴുവൻ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു വേള മാളുവിൻ്റെ കണ്ണൊന്നു നിറഞ്ഞു. ഇത്രയേറെ തന്നെ അർജുൻ തന്നെ സ്നേഹിക്കുന്നുണ്ട് ഈശ്വര. മൗനമായൊന്ന് വിലപിച്ചു. ഇല്ല, ഇനി ഒന്നും വൈകില്ല. ഈ സ്നേഹത്തിന് മുന്നിൽ അടിയേറ് പറയാൻ തയ്യാറാണ് ഞാൻ. ഒപ്പം അർജുൻ്റേത് മാത്രമാകാനും. അത് പറയുന്നതിനൊപ്പം അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അർജുൻ ചിരിയോടെ അവളൊന്ന് ചേർത്ത് പിടിച്ചു. അയ്യോ! പെട്ടെന്തോ ഓർത്ത പോലെ മാളു വേഗം അർജുൻ്റെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്താടോ? അവനൊന്നും ഞെട്ടാതിരുന്നില്ല. അർജുൻ, മായു ഇവിടെ? ഈശ്വര, ഞാൻ അവളെ കാണിച്ചിട്ടല്ല നിങ്ങളുടെ കൂടെ വന്നത്. എന്നിട്ട് അവളെവിടെ പോയി? മാളു ഇപ്പം കരയുന്ന അവസ്ഥയിലായി. എന്നാൽ അത് കണ്ട അർജുന് ചിരിയാണ് വന്നത്. അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തു. നീ കളഞ്ഞിട്ട് വന്നതിനെ അതിൻ്റെ ഒറിജിനൽ ഓണർ പൊക്കിയിട്ടുണ്ട്. സോ ടെൻഷൻ വേണ്ട. ഒറിജിനൽ ഓണറോ? അതാരാ? മാളവിന് ഒന്നും അങ്ങോട്ട് കത്തിയില്ല. ഓ എൻ്റെ പൊട്ടിപ്പെണ്ണെ, മായി മാധവിൻ്റെ ഒപ്പമുണ്ടെന്ന്. നീ ഇപ്പം അങ്ങോട്ട് പോയി അവരുടെ പേഴ്സണൽ മൂവ്മെൻറ്റ് ഇല്ലാതാക്കണ്ട. പകരം നമുക്ക്. അതും പറഞ്ഞ് അർജുനൊരു കള്ളച്ചിരി ചിരിക്കുമ്പോൾ മാളവനൊന്ന് ചോദിച്ചു നോക്കി. എന്താണ് സിനിമ നടൻ്റെ ഉദ്ദേശം? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നടക്കുമോ? അയ്യടാ, ഒരു ഉദ്ദേശവും നടക്കില്ല. ഫിലിം സ്റ്റാർ അങ്ങോട്ട് മാറി നിൽക്ക്. അതും പറഞ്ഞ് മാളവനെ പുറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് തിരിഞ്ഞതും അർജുൻ വേഗം അവളുടെ ഷാളിൽ പിടിച്ച് വലിച്ചു. ഒരു വേള അതിൻ്റെ ശക്തിയിൽ മാളു അർജുന് നേരെ തിരിയുന്നതിനൊപ്പം പിന്നു പൊട്ടി ദാവണി അവളുടെ മാറിൽ നിന്ന് ഉറന്നു വീണു. മാളു ഞെട്ടലോടൊന്ന് സ്റ്റെക്കാകുമ്പോൾ അർജുൻ്റെ മിഴികൾ അവളിലൂടെ ഒന്ന് തെന്നി. അത് കണ്ട് മാളു ആകെ വല്ലാണ്ടിയായി. അവൾ വേഗം ഇരു കൈയും മാറിന് കുറുകെ വെച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ അർജുൻ മെല്ലെ അവൾക്ക് പിറകിലായി വന്നു നിന്നു. ശേഷം നിലത്ത് കിടന്ന ആ ഷാളെടുത്ത് കൈ മാത്രം മുന്നിലേക്ക് കൊണ്ട് അവളെ പുതപ്പിച്ചു. ഐ എം സോറി മാളവിക, ഞാൻ പെട്ടെന്ന്.
അവൻ മുഴുവിപ്പിക്കാതെ നിർത്തിക്കൊണ്ട് അവളിൽ നിന്നും അകലുമ്പോൾ മാള് വേഗം അവൻ്റെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തു. സാരല്ല, അത്രയേ പറഞ്ഞുള്ളൂ അവൾ. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആ മുഖഭാവം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല അർജുന്. എങ്കിലും അവൻ അവളിലേക്ക് ചേർന്ന് അമർന്നു നിന്നു. മാളു എപ്പോഴും അനങ്ങാതെ ആദ്യം നിൽപ്പാണ്. മാളുസേ. കാതിൽ തൂങ്ങിയാടുന്ന ജിമിക്കിയെ വകഞ്ഞു മാറ്റി അവൻ്റെ ചുണ്ടുകൾ അവിടെ അമരുമ്പോൾ മാളു വിറച്ചുകൊണ്ട് കണ്ണുകൾ അമർത്തിയടച്ചു. എനിക്ക് തോന്നിയതാണോ അതോ അവിടെ അങ്ങനെ ഒന്നുണ്ടോ? അത്രയേറെ രഹസ്യമായി സ്വകാര്യതയോടെ അവൻ മെല്ലെ ചോദിക്കുമ്പോൾ മാള് സംശയത്തോടെ കണ്ണുകൾ തുറന്ന് മുഖം ചരിച്ച് അവനെ ഒന്ന് നോക്കി. അല്ലടോ, തൻ്റെ അരക്കെട്ടിലെ നാവിക്കടുത്തായിട്ടൊരു കുഞ്ഞു ബ്യൂട്ടി സ്പോട്ട് കണ്ടായിരുന്നു. ജസ്റ്റ് ഒരു മിന്നായം പോലെ. അതോ എനിക്കത് തോന്നിയതാണോ? ആ കഴുത്തിരക്കിൽ ചുണ്ടുരസിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ മാള് ഉള്ളാൽ പൊളഞ്ഞു പോയി. അർജുൻ! അതും വിളിച്ച് മാള് നാണത്തോടെ തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. മുട്ടിന് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന വെള്ളത്തിൽ ഇരുജോടി കാൽപാദങ്ങൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി കടന്നു പോയിരുന്നു ഇരുവർക്കും. മൈവിന് അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മാറണമെന്നുണ്ടെങ്കിലും ഇടുപ്പിലിരിക്കുന്ന അവൻ്റെ കൈകൾ അതിനൊരു തടസ്സമാണ്. മാധവ് മുഖം ചരിച്ച് അവളെ ഒന്ന് നോക്കി. വല്ലാത്തൊരു വെപ്രാളം കൊണ്ട് മുഖം നേരിയ തോതിൽ വിയർത്തിട്ടുണ്ട്. ചുണ്ടൽപ്പം പൊട്ടിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ ചെറിയ ചുവന്ന പാടും. അത് വീണ്ടും വീണ്ടും കാണുക അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലൊന്ന് മുറുകി. മായി ഞെട്ടിലോടെ അവനെ ഒന്ന് നോക്കുമ്പോൾ തന്നിൽ തന്നെ ഉറഞ്ഞിരിക്കുന്ന ആ മിഴികൾ കാണുക ഒന്ന് പിടഞ്ഞു പോയവൾ. സന്ധ്യയോടെയാണ് നാലാളും മടങ്ങിയെത്തുന്നത്. ലൈഫിൽ ഇതുപോലൊരു മോമെൻ്റ് ആദ്യമായി കൊണ്ട് തന്നെ അല്പം ക്ഷീണക്ക് അർജുനിലും മാധവിലും ഉണ്ടായിരുന്നുവെങ്കിലും നമ്മുടെ പിള്ളേർക്ക് ഇതൊക്കെ എന്തെന്ന് ഭാവമായിരുന്നു. തളർന്നു വന്നവർക്ക് വേണ്ടി സിന്ധു കോഫിയും സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ശ്രീധരനും മക്കളും പുറത്ത് തിണ്ണയിലിരുന്നപ്പോൾ അർജുനും മാധവും അവർക്കൊപ്പം കൂടി. സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയായിരുന്നു എല്ലാവരും. അർജുൻ മോനോടൊരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. ചോദിക്കണോ വേണ്ടിയെന്ന് ഒരുപാട് വട്ടം ആലോചിച്ച് ഞാൻ. ശ്രീധരൻ സംസാരത്തിന് തുടക്കം കുറിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് അവിടേക്കായി. എന്താണെങ്കിലും ചോദിച്ചോളൂ. മാറ്റമൊന്നുമല്ല, മോളെനിക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ വീട്ടിലേക്ക്? എന്തോ അവൾ ഇനിയും അവിടേക്ക് വിടാൻ ഞങ്ങൾക്ക് തീരെ മനസ്സില്ല. അത് നിന്നെ മനസ്സിലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്. അത്രയും പറഞ്ഞ അയാളൊന്ന് നിർത്തുമ്പോൾ അർജുൻ നോക്കിയത് മാളവിനെയാണ്. അവളുടെ കണ്ണുകളും അപ്പോൾ അവനിലായിരുന്നു. ഒന്നാമത്തെ കാര്യം, അവിടുത്തെ ആരും ഈ നിമിഷം വരെ ഞങ്ങളുടെ മോളെ അംഗീകരിച്ചിട്ടില്ല. ഇനിയും ഇതുപോലെ ഓരോന്നുണ്ടാക്കി ഇവളെ ദ്രോഹിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്തോ പേടിയേ ഞങ്ങൾക്കിപ്പോൾ. ഇത് തുറന്നു പറയുന്നതിൽ വിഷമുണ്ട് എനിക്ക്, പക്ഷെ പറയാതെ വയ്യല്ലോ. എനിക്ക് മനസ്സിലാകുമെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ. സ്വയം ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ മാളവികയെ ഞാൻ കൊണ്ടുപോകും. അർജുൻ എവിടെയാണോ അവിടെയാകണം മാളവികയും. പക്ഷെ അങ്കിള് പേടിക്കണ്ട, ഇവളുടെ മെയിൻ ശത്രു ഇപ്പോൾ കളറിഞ്ഞു മറ്റെടുത്താണ്. ആ ആളിൽ നിന്നും ഇനിയൊരു ശല്യവും ഇവൾക്ക് ഉണ്ടാവില്ല. ഞാൻ കൂടെയുള്ളപ്പോൾ ഇവൾ സേഫായിരിക്കും. ശ്രീധരനോട് അതും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് നടക്കുമ്പോൾ കേട്ടിരുന്ന എല്ലാവരിലും എന്തോ ഒരു സംശയഭാവമായിരുന്നു. രാമങ്ങളുടെ കാര്യമാണ് അർജുൻ ഉദ്ദേശിച്ചത്. ആകാശം ഏറെക്കുറെ പറഞ്ഞു കാണുമല്ലോ അല്ലേ? അർജുൻ പോയത് മാധവ് സംസാരിച്ചു തുടങ്ങി. ഓവ്, കുറേയൊക്കെ അവൻ പറഞ്ഞു. അർജുൻ്റെ അച്ഛന് വേറെ ബന്ധമുണ്ടെന്നോ മറ്റോ. അതെങ്കിൽ ഇപ്പം അവരോടൊപ്പമാണ്. മനസ്സറിഞ്ഞ് കൂടെ പോയതല്ല. ശ്രേഷ്ഠ പങ്കളിൻ്റെ മകൻ്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിപ്പോയതാണ്. ഞങ്ങൾക്ക് കൃത്യമായൊന്നും മനസ്സിലാവണില്ല. ശ്രീധരൻ്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു ബാക്കി എല്ലാവരുടെയും മുഖത്ത്. അത് കേട്ട് മാധവൻ വിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റു. അങ്കിളിൻ്റെ കോളേജ് ഫ്രണ്ടായിരുന്ന ഗീതാൻറ്റി. ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറയുന്നതാകും കൂടുതൽ കറക്റ്റ് വീട്. സൗഹൃദം എപ്പോഴോ പ്രണയത്തിലേക്കും വഴിമാറി. സ്ഥിരം കേട്ടുകേൾവി പോലെ ആ പ്രണയത്തിൻ്റെ അടയാളം പറഞ്ഞത് ആൻറ്റിയുടെ ഉള്ളിലെ തുടിപ്പായിട്ടാണ്. കാരണം ഞങ്ങൾ വീട്ടിൽ വിവരം അറിയിച്ചെങ്കിലും ശക്തമായ എതിർപ്പാണ് ഉണ്ടായത്. ഒടുവിൽ ആൻറ്റിയുടെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ആ വീട്ടുകാർ ആൻറ്റിയുടെ വിവാഹം ഉറപ്പിച്ചു എന്നാണ്. അങ്കിൾക്ക് അടിവിൻ്റെ പരമാവധി ശ്രമിച്ചുവെങ്കിലും ആൻറ്റിയെ കാണാനോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനോ കഴിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ അങ്കിളുടെ വിവാഹവും ഇവിടെ വീട്ടുകാർ ഉറപ്പിച്ചു. ഇപ്പോഴത്തെ ഈ ക്യാരക്ടറൊന്നും ആയിരുന്നില്ല മുന്നേ അങ്കിളുടേത്. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാഗിണി ആൻറ്റിയെ വിവാഹം കഴിച്ചു. അന്ന് മുതലായിരുന്നു അങ്കിൾ മറ്റൊരു രീതിയിലേക്ക് വന്നു തുടങ്ങിയത്. ആനന്ദെന്ന വർഷയുടെ അച്ഛൻ്റെ കൂടെ കൂടുതൽ അടുത്തതോടെ അത് കംപ്ലീറ്റായി. സത്യം പറഞ്ഞ അങ്കിളിന് മാളുവിനോടോ ധനുവിനോടോ യാതൊരു ദേഷ്യവുമില്ല. എല്ലാം വർഷയും അവളുടെ തന്തയും കൂടെ ചെയ്യിപ്പിച്ചതാണ് അർജുന വർഷയ്ക്ക് കിട്ടാൻ വേണ്ടി. അതിനവർ ഉപയോഗിച്ചത് ഗീത എന്ന സ്ത്രീയെയും അവർക്ക് അങ്കിളിൽ ജനിച്ച ശ്രേഷ്ഠവനെയും മുന്നിൽ നിർത്തി.
സത്യത്തിൽ ഗീതാന്റിയുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്കിളിനോടുള്ള പ്രണയം ആത്മാർത്ഥമായതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ തലേന്ന് അവർ നാട് വിട്ടു. ശേഷം വരുന്നത് വർഷങ്ങൾക്ക് മുന്നെയാണ്. വർഷയുടെ അച്ഛൻ തന്നെയാണ് അവരെ കണ്ടുപിടിച്ചതും റാമങ്ങളുടെ മുന്നിൽ അവരെ കൊണ്ടുവന്ന് നിന്നതും. അതോടെ അങ്കിള് പകരും തനിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നും അതിലൊരു മകനുണ്ടെന്നും രാഗിനിയാനിയും അർജുനോ എന്തിനേറെ പുറലോകം അറിയുമോ എന്ന് അങ്കിള് ഭയപ്പെട്ടു. അതറിയാമായിരുന്നത് കൊണ്ട് തന്നെ വർഷയും അവളുടെ തന്തയും അത് വെച്ച് അങ്കിളിനെ പൂട്ടി. ഇത്രയും പറഞ്ഞ് മാധവ് ഒന്ന് നിർത്തുമ്പോൾ എല്ലാവരും കണ്ണി വെച്ച് മാധവ് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. ധനുവിൻ്റെ വീട്ടിൽ നിന്നും മടങ്ങി വന്ന അർജുനും മംഗളും തമ്മിൽ കുറച്ച് വാക്കുപോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അങ്കിള് ബോധം കെട്ട് വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. അറ്റാക്കായിരുന്നു. ഹോസ്പിറ്റലിലായതിൽ പിന്നെ അങ്കിള് തന്നെ അർജുനോടെല്ലാം തുറന്നു പറഞ്ഞത്. സത്യത്തിൽ ഷോക്കായി പോയവന് ഒന്നാമത് ഡോക്ടറിൽ നിന്ന് അറിഞ്ഞത് അങ്കിളിന് മൂന്നാമത്തെ തവണയാണ് അറ്റാക്ക് വരുന്നതെന്നാണ്. പക്ഷേങ്കിൽ അർജുൻ ഉൾപ്പെടെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ അന്ന് ശ്രേഷ്ഠ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. എന്നിട്ട് മാളവികയാണത് ചോദിച്ചത്. ഓൾറെഡി ശ്രേഷ്ഠ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ അർജുൻ്റെ മെയിൻ ശത്രുവായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ ആയതും അർജുന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും അന്ന് അവിടെ വെച്ച് തുടങ്ങിയ തർക്കങ്ങൾ കൂടുതൽ മൂർച്ഛിച്ചു. ഒടുവിൽ അത് വന്നു നിന്നത് രാഗിണിയാനിയുടെ മുന്നിലാണ്. എല്ലാം പറഞ്ഞ് ആൻറ്റി തകർന്നു പോയി. തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ബന്ധം ആൻറ്റിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ആൻറ്റി ആത്മഹത്യക്ക് ശ്രമിച്ചു. തക്ക സമയത്ത് അർജുൻ അത് കണ്ടതുകൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞു. ഒന്നും അവിടെ കൊണ്ട് തീർന്നില്ല. ശ്രേഷ്ഠ അവനെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അർജുനെതിരെ കളിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായി അവൻ അങ്കിളിനെ ഹോസ്പിറ്റലിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്കിളുടെ പ്രോപ്പർട്ടീസൊക്കെ അവൻ്റെയും അവൻ്റെ അമ്മയുടെയും പേരിലാക്കി. വീട് ഓൾറെഡി അർജുൻ്റെ പേരിലായതുകൊണ്ട് അത് മാത്രം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കമ്പനി ഉൾപ്പെടെ അവനെ കൺട്രോളിലാക്കി. അതിൻ്റെ കൂടെ അർജുന് വന്നുകൊണ്ടിരുന്ന ന്യൂ പ്രൊജക്റ്റൊക്കെ ക്യാഷ് കൊടുത്ത് അവൻ അവൻ്റേതാക്കി. പക്ഷേ ഇതൊന്നും അർജുനെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല. അവൻ അവൻ്റെ അമ്മക്ക് കാവലിരുന്നു. ആൻറ്റി ഒരു തരം ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. ഒറ്റക്കായി കഴിഞ്ഞാൽ വീണ്ടും പലപ്പോഴും സൂയിസൈഡിന് ആൻറ്റി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അർജുൻ ആ റൂമിൽ നിന്നും ഇറങ്ങുന്നത് തന്നെ വിരളായിരുന്നു. മാസങ്ങളെടുത്തു ആൻറ്റിയെ നോക്കിയാക്കാൻ. ഇതിനിടയിൽ അർജുൻ ഒരുപാട് തവണ മാളവിനെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പല നമ്പറിൽ നിന്നും ഞാനും അവനും മാറി മാറി വിളിച്ചു. ബട്ട് ഒരു ഫലവും ഉണ്ടായില്ല. അങ്കിളിനെ വിളിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. ആ സമയത്താണെങ്കിൽ മൈവിന് ഫോണുമില്ല. എല്ലാം കൂടെ ആയത്, പ്രത്യേകിച്ച് താൻ കൂടെ പോയതോടെ അർജുൻ ഇല്ലാണ്ടായെന്ന് തന്നെ പറയാം. മാധവിൻ്റെ ഓരോ വാക്കുകളും മാളവിൻ്റെ നെഞ്ചിലേക്കായിരുന്നു ആഴ്ന്നുകൊണ്ടിരുന്നത്. സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. എനിക്കിതൊക്കെ വന്ന് ഇവിടെ പറയാമായിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ അതുകൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ശ്രേഷ്ഠവ് തന്നെ. അർജുനെ തകർക്കാൻ കിട്ടുന്ന ഒരു വഴിയും അവൻ വേണ്ടെന്ന് വെക്കില്ല. ഇപ്പം അർജുൻ മേരീഡാണെന്നും ആ ബന്ധം ഒഴിവായി എന്ന സന്തോഷത്തിൽ അവന്. ഒരുപക്ഷെ മാളവികയെക്കുറിച്ച് അവൻ അറിഞ്ഞ ബാക്കി പറയാൻ കഴിയാതെ മാധവൊന്ന് നിർത്തി. ഇതൊക്കെ മാളൊഴിച്ച് ബാക്കിയുള്ളവരിലൊക്കെ ഒരു വല്ലാത്ത ഞെട്ടലായിരുന്നു.